ഇന്നത്തെ നമ്മളെ ഐറ്റം അയക്കൂറ മോലിയാണ്, ഫിഷ് മോലി. ഓക്കെ. അയക്കൂറ അല്ലെങ്കിൽ ചിലത് പറയുന്നത് നെയ്മീൻ, കിങ് ഫിഷ് കറി, ഫിഷ് മോലി. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞോളൂ. നെയ്മീൻ, മഞ്ഞളും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം പുരട്ടി ഒരു ഷാലോ ഫ്രൈ ആക്കി വെച്ചതാണ്. ക്രിസ്പി ഒന്നും ഒന്ന് വെറുതെ ഒന്നിങ്ങനെ വാട്ടിയെടുക്കുന്ന പോലെ എടുത്താൽ മതി. അപ്പൊ അതാദ്യം ഇങ്ങനെ ഞാനിങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ഇത് 1 കിലോ നെയ്മീനാണ്, അയക്കുറിയാണ്. അതിന് 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഒരു 10 എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു വലിയ കണ്ടം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലി, ഇത് കുറച്ച് റവയാണ്, മൈദയാണ്. പിന്നെ 6 kg വേണം. ഇത് 1-ാം പാലാണ്. ഇത് 2-ഉം 3-ഉം ഉള്ള പാല് ഒരുമിച്ചെടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യമാണ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യുക? ആദ്യം നമ്മൾ ഇത് വെളിച്ചെണ്ണയാണ്, ഓയില് പറ്റില്ല. 3 ടേബിൾ സ്പൂൺ തനി നാടൻ സ്റ്റൈലില് വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഓക്കെ. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു. ഓക്കെ. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മളെ സവാള നല്ല നേരിയതായിട്ട് മുറിച്ച സവാളയാണ് വഴറ്റണം. സവാള എല്ലാം ഒരുമിച്ച് തന്നെ ഇടണം. എല്ലാം ഒരുമിച്ചിടാം. ഓക്കെ. സവാളയും പച്ചമുളകും ഇഞ്ചി. ഇതിൽ വെളുത്തുള്ളി ഇല്ല. വെളുത്തുള്ളി ഇടുന്നു. ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റണം. ഈ വഴറ്റുന്നതിന് ഉപ്പിടാം. അത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടാണ് വഴറ്റുന്നത്. അപ്പൊ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഈ ഉള്ളി കുറച്ച് നല്ലോണം ബ്രൗൺ നിറം ആവണ്ട, എന്നാൽ നല്ല വെന്ത പോലെ ആവും വേണം. അല്ലെങ്കിൽ ഈ ഉള്ളി ഇങ്ങനെ കറിയിൽ നിന്ന് ഇങ്ങനെ എടുത്തു നിൽക്കും. അപ്പൊ നല്ലോണം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി അല്ലേ? നല്ലോണം വെന്ത് കിട്ടണം. അതാണ് അതിന്റെ പാകം. ബ്രൗൺ കളർ ആവരുത് അല്ലേ? ബ്രൗൺ കളർ ആവരുത്. കേട്ടോ, മോലിക്ക് നമ്മുടെ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മാത്രം മതി. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടല്ലേ? ഇത് ഇങ്ങനെ ഒരു പരുവാവണം. ഇങ്ങനെ വഴന്ന് വന്നാൽ നമുക്ക് കുറച്ച് ഗ്രാമ്പ് ഇടാം. ഗ്രാമ്പ് കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടല്ലേ? ഇത് 1 ടീസ്പൂണോളം ഇടുന്നുണ്ടല്ലേ ഗ്രാമ്പ്? പിന്നെ നമുക്ക് കുറച്ച് മൈദ, 1 ടേബിൾ സ്പൂണ് മൈദ ഇട്ടിട്ടൊന്ന് വഴറ്റുക. ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഉള്ളിയെല്ലാം വഴന്ന് വന്നാൽ കുറച്ച് മൈദയും ഇട്ട് നല്ലോണം വഴറ്റണം. അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ വഴറ്റാം. അപ്പം നല്ലോണം തേങ്ങാപ്പാല് നല്ലോണം ഒഴിച്ച്. ഇതിപ്പം എത്ര ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടാവും? അതൊന്നുമില്ല, ഞാൻ എടുത്ത് നമ്മളെ ചാറിന് കണക്കാക്കി എടുത്താൽ മതി. ഇത് 1 കിലോന് ഞാൻ 2 നല്ല വലിയ തേങ്ങയാണ്. എത്രത്തോളം നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുന്നത് അത്രക്കും ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇനി കുറച്ച് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇങ്ങനെ ഇളക്കി നമുക്കത് തിളക്കട്ടെ. ഈ തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കണ്ട തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം നമുക്ക് ഈ കഷ്ണം ഇടുന്നത് ഇറക്കിയിടാം. കണ്ടോ, നമ്മൾ നല്ല അയക്കൂറ മഞ്ഞളും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുത്ത്, അങ്ങനെ കരിഞ്ഞ് മുരിഞ്ഞ് വരുമെന്ന് വേണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്രൈ നിർത്തണം. എടാ, ഇത് ഇപ്പം നമുക്ക് നമ്മുടെ നല്ല തേങ്ങാപ്പാലിൽ ഇട്ടുകൊടുക്കാം. ഇനി ഇത് അതിൻ്റെ നെയ്യും എണ്ണയും കൂടി വടിച്ച് തുടച്ച് അതും ഇട്ട് ഇനി ഇത് ചൂട് കിടന്ന് ഇങ്ങനെ ഒന്ന് വേവും അല്ലേ? ഇതിനി ഹൈയിൽ വെക്കണോ, ഹൈ ഫ്ലെയിമിൽ വെക്കണോ? ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു തള വരണം. തള വന്നു കഴിഞ്ഞിട്ടാണ് അവസാനമാണ് മുൻപാൽ ഒഴിക്കുന്നത്, 1-ാം പാല്.
എല്ലാവരും തലയെല്ലാം നല്ലോണം വന്ന് നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു. ഇനി നല്ല തളവൊന്നും വരണ്ടല്ലോ അല്ലേ? ഇനി നല്ല തളവണ്ട, നല്ല ഒന്ന് ചൂടായാൽ മതി. മുൻപാൽ ഒഴിച്ച് നല്ലോണം. അപ്പോൾ അതൊരു കട്ടി കൂടി, ആദ്യത്തിനേക്കാളും നല്ലൊരു കട്ടിയായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അങ്ങനെ തിളച്ച് ഇതാവണമെന്ന് വേണ്ട കേട്ടോ. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ സമയമാകുമ്പം നമുക്ക് ഓഫ് ചെയ്യാം. അല്ല, ഓഫ് ചെയ്യാൻ സമയമായില്ലേ? മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്യാം. അതും കൂടി ഇട്ടിട്ട് നമ്മളുടെ കുരുമുളക് പൊടി, അത് മറന്നു പോരുത്. അവസാനം ഇടുന്ന സാധനമാണ് ഈ മല്ലിച്ചപ്പും അതേപോലെ നല്ലോണം പൊടിച്ച കുരുമുളക് പൊടിയും. കുരുമുളക് കുറച്ച് കൂടുതൽ ഇടണം അല്ലേ? പച്ചമുളകിന്റെ എരിവുണ്ട്, പക്ഷെ എന്നാലും അവസാനം നമുക്ക് എരിവ് നോക്കിയിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇടണം. കുരുമുളക് ടേസ്റ്റും അവസാനം ഇടേണ്ടതാണ്. നമ്മൾ ഈ മോലി കഴിക്കുമ്പം നല്ല കുരുമുളകിൻ്റെ ഒരു മണവും ടേസ്റ്റും കിട്ടും. ഇനി അവസാനത്തെ ഒരു സ്റ്റെപ്പും കൂടെയുണ്ട്. ഇതാണ് അവസാനത്തെ സ്റ്റെപ്പ്. കണ്ടോ, ചെറിയ നെയ്യില് വലിയ ഉള്ളി തിന്നായിട്ട് മുറിച്ചിട്ടിട്ട് സ്ലൈസ് ചെയ്ത് മുറിക്കുക. അതിനകത്ത് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത് ഇതും നമ്മുടെ മോലിയിൽ ഒഴിക്കും. ഇതാണ് ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പ്. ഇതും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു. കണ്ടോ, നല്ല ബ്രൗൺ. ഈ ഒരു മൂത്ത പരുവാകുമ്പോൾ ഈ ഒരു ബ്രൗൺ കളറാണ് വേണ്ടത്. ആ സമയം നമുക്കിത് നമ്മുടെ മോലിയിലേക്ക് ഒഴിക്കാം. കണ്ടോ, സൂപ്പർ അല്ലേ സാധനം? അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ഏത് മീൻ വെച്ചും ചെയ്യാലല്ലേ? പ്രധാനപ്പെട്ടത് ഇതാണ് അയക്കൂറ നെയ്മീൻ. അല്ലെങ്കിൽ നല്ല വലിയ അയില കിട്ടുകയാണെങ്കിലും അതും വെച്ചിട്ടും ചെയ്യാം. കണ്ടോ, അതും വെച്ചിട്ടും നമുക്ക് എല്ലാവർക്കും ഈ മോലി ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ തനി നാടൻ ഫിഷ് മോലി. നമ്മുടെ അയക്കൂറ മോലി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ചൂടോടെയുള്ള അയക്കൂറ മോലി. അങ്ങനെ ചൂടോടെയാണ് കഴിക്കേണ്ടത്. കണ്ടോ, ഈ ബ്രെഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇത് അയക്കൂറ മോലി കഴിക്കേണ്ടത് ഇങ്ങനെയാണ്. നല്ല ബ്രെഡും കൂട്ടിയിട്ടാണ് ഒരു പിടുത്തം പിടിക്കേണ്ടത്. അപ്പൊ മാഹി നാട്ടിൽ എല്ലാവരും ഇതിനെ പറ്റി ഒരു സംഭവമുണ്ട്. മാഹി നാട്ടില് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വിരുന്നിന് പോകുന്ന പരിപാടി. ആ വിരുന്നിന് പോകുമ്പോൾ എല്ലാവരും വെക്കുക ഈ മോലിയാണ്. മോലിയും നമ്മുടെ എക്സൽ ബേക്കറിയിലെ ബ്രെഡും ആണ് പുതിയ അപ്പളക്കും കൊടുക്കുന്ന സംഭവം. ആദ്യം സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കേട്ടോ, ബാക്കി പിന്നെ വരും. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു പിടുത്തം പിടിക്കാം. ഇത് കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. ആദ്യം തന്നെ നമ്മള് കറി മുക്കിയിട്ടാണ് കഴിക്കുക കേട്ടോ. ഇങ്ങനെ കഷ്ണം പിന്നെ തൊടാം. ആദ്യം കറി. പറയാൻ വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ ഇതെല്ലാവരും വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം, ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേ. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കനും കൂടി ഇല്ല, അതും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഒരു ഓൾ ഓപ്ഷൻ വരും. അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എൻജോയ് ഫുഡ്.